വെള്ളാപ്പള്ളിയെ പിന്താങ്ങുന്നതിലൂടെ പാർട്ടിക്ക് ഏൽക്കുന്ന ഡാമേജ് എന്താണ് എന്ന് തോമസ് ഐസക്കിന് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിന് പറയാവുന്ന രീതിയിൽ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. KN കഴിഞ്ഞ അടുത്തിടയ്ക്ക് ഒരു യൂട്യൂബ് ചാനലിലുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ശരീഅത്ത് കാലത്താണ് എൻ്റെ പ്രഭാഷണ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം കഴിഞ്ഞു പോകുന്നത്. ആ സമയത്ത് എനിക്ക് വലിയ തോതിലുള്ള പിന്തുണ കിട്ടിയിരുന്നു. എന്താണ് മതം പരലോകം, സ്വർഗം പരലോകം, അങ്ങനെ എന്ത് പറഞ്ഞിട്ടൊരു പുസ്തകം അദ്ദേഹത്തിൻ്റെ അതിന് വലിയ കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടു, കോപ്പി ലെഫ്റ്റായിട്ട് വിറ്റഴിക്കപ്പെട്ടു. അതേസമയം ഞാൻ ബാബരി മസ്ജിദ് തകർച്ച തുടർന്ന് നൽകിയ പുസ്തകം എഴുതുകയും പ്രഭാഷണം നടത്തിയപ്പോൾ എനിക്ക് പാർട്ടിയിൽ നിന്ന് പോലും എതിർപ്പ് നേരിടേണ്ടി വന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് ഈ പറയുന്ന ഇരകളുടെ മാനിഫെസ്റ്റോ ഇറങ്ങുമ്പോഴും ഇതേ ആക്രമണം എനിക്ക് പാർട്ടിക്കകത്തുനിന്നുണ്ടായെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിനോട് ഒരു തരത്തിലുള്ള പ്രശ്നം പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. പക്ഷേ ഈ പാരമ്പര്യം ഞാനീ പറഞ്ഞ ചരിത്രമൊന്നും ഇപ്പോഴത്തെ ഈ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ പ്രയോഗവൽക്കരിക്കുന്ന കാര്യമില്ല. ഇന്ന് സിറ്റുവേഷൻ മാറി. മുമ്പ് KN ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിനെയും ക്ലാസ്റ്ററുകളിനെയും ഒരുമിപ്പിക്കാൻ നടത്തിയ ശ്രമം ഗുജറാത്ത് കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിന് പിന്തുണ കൊടുത്ത ആളാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ. ഇന്ന് പിണറായി വിജയൻ ഏകാധിപതിയാണ് പാർട്ടിയിൽ. അദ്ദേഹത്തിന് വേറൊരു എതിരാളി പാർട്ടിക്കകത്തില്ല. ഇവിടുത്തെ പ്രശ്നം വേറെ ഒന്നാണ്. ഇവിടെ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിനെ ആക്രമിച്ചുകൊണ്ട് വേറൊരു തരത്തിൽ ഇലക്ഷൻ ഗെയിൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് പറയുന്ന എല്ലാവരെയും ആരാണ് പറയുന്നത് അവരെ ആക്രമിക്കുക. അതേസമയം അതേ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് പറയുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശനും. അപ്പോൾ ഇടത് ഹിന്ദുത്വം എന്താണെന്ന് തോമസ് ഐസക്കിന് മനസ്സിലായിട്ടുണ്ട്. വെള്ളാപ്പള്ളിയെ പിന്താങ്ങുന്നതിലൂടെ പാർട്ടിക്ക് ഏൽക്കുന്ന ഡാമേജ് എന്താണ് എന്ന് തോമസ് ഐസക്കിന് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിന് പറയാവുന്ന രീതിയിൽ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നതാണ്, സജി ചെറിയാൻ പറയുകയാണ് കാറിൽ കയറിയത്, വണ്ടി അവിടെ താഴെ ഇറക്കിയപ്പോൾ കയറ്റായതുകൊണ്ട് കയറി വന്നതാണ്, അതിനിപ്പോൾ എന്താണ് പ്രശ്നം, വെള്ളാപ്പള്ളി കുഴപ്പക്കാരനൊന്നുമല്ല എന്ന് അദ്ദേഹം ന്യായീകരിക്കുകയാണ്. അത് സജി ചെറിയാണെന്ന് പറഞ്ഞപ്പോൾ ഒഴിവാക്കാം. ഇന്നലെ ഗോവിന്ദ മാഷും അത് തന്നെയാണ് പറഞ്ഞത്. വെള്ളാപ്പള്ളിയെപ്പോലുള്ള ചോദ്യങ്ങൾ അദ്ദേഹം എൻ്റർടൈൻ ചെയ്തില്ല. ഇവിടെ ഒരു ക്രൂഷ്യലായ പ്രശ്നമുണ്ട്. ഒന്ന്, ഞാൻ ഇന്നലെ വിശദമായിട്ട് പറഞ്ഞതാണ്, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടി. ആ തിരിച്ചടി, അതായത് അതുവരെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ സർക്കാർ പുരോഗമനപരമായ മൂല്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന, നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സർക്കാരായിരുന്നു. അത് അതിജീവിതയുടെ കേസിലാണെങ്കിലും എല്ലാ കേസുകളിലും അവർ പുരോഗമനപരമായ നിലപാട്, ശബരിമല വിഷയത്തിലാണെങ്കിലും എല്ലാ വിഷയത്തിലും. പക്ഷേ എന്നിട്ടും 2019 തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടപ്പോൾ അവർ എടുത്തൊരു പെറ്റി എലക്ഷൻ തന്ത്രം മാത്രമാണ് ഈ പറയുന്ന മുസ്ലിം പൊളിറ്റിക്സിനെ ആക്രമിക്കുക എന്നുള്ളത്.